ഇന്ന് വൈകിട്ടത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. EPPF എന്ന ഈ ഗ്രൂപ്പിൻ്റെ ചുമതലയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുകയാണല്ലോ. ഇങ്ങനെ നാം കൂടി വരുമ്പോൾ നാം കർത്താവിനെ അറിയുന്നു. അതോടൊപ്പം ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും അറിയുവാനായിട്ട് നാം ഓരോരുത്തരും ഉത്സാഹിക്കേണ്ടതും ആവശ്യമാണ്. ദൈവവചനമായ ബൈബിൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് രാത്രി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നോ യുവർ സ്റ്റുവാർഡ്ഷിപ്പ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യവിചാരകത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. അഥവാ ദൈവം നമ്മെ ഏൽപ്പിച്ച ആ പ്രവൃത്തി, ആ കാര്യവിചാരകത്വം, അത് നാം തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കുവാൻ നാം ഉത്സാഹം കാണിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. നമുക്ക് ബൈബിൾ തുറക്കാം. പത്രോസിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-11 വചനങ്ങൾ നമുക്ക് വായിക്കാം. 1 Peter chapter 4 verses 10 and 11. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ഇവിടെ ഈ വചനത്തിൽ നാം വായിച്ചു കേട്ടത്, ദൈവം നമ്മെ ശരിയായ വിശ്വസ്തരായ കാര്യവിചാരകന്മാരായിരിക്കുവാൻ വിളിക്കുകയാണ്. വിവിധങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കൃപയ്ക്ക് ആനുപാതികമായി ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി, നല്ല സ്റ്റിവാർഡ്സായി, നല്ല കാര്യവിചാരകന്മാരായി നിങ്ങളെ ഏൽപ്പിച്ച ആ വരങ്ങൾ, ആ ശുശ്രൂഷകൾ, അത് വിവിധങ്ങളാണ്. എല്ലാവർക്കും ഒരേ ശുശ്രൂഷയല്ല, ഒരേ വരമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ലഭിച്ച വരം അത് നിവർത്തിക്കുവാൻ മറ്റൊരാൾക്കും കഴിയുകയുമില്ല. നാം ഓരോരുത്തരും നമുക്ക് ലഭിച്ച വരത്തിൻ്റെ കാര്യത്തിൽ വളരെ അനന്യതയുള്ളവരാണ്, വളരെ യുണീക്കാണ് എന്ന് പറയാൻ സാധിക്കും. എന്താണ് കാര്യവിചാരകത്വം? വാട്ട് ഈസ് സ്റ്റുവാർഡ്ഷിപ്പ്? നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും അതിൻ്റെ ഒരു നിർവചനം പറഞ്ഞാൽ, ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. സമയമാകട്ടെ, നമ്മുടെ ശരീരം അഥവാ ആരോഗ്യമാകട്ടെ, ദൈവം നൽകിയ ധനം ആകട്ടെ, ഈ 3 കാര്യങ്ങളിലും ദൈവനാമ മഹത്വം ലക്ഷ്യമാക്കി മറ്റുള്ളവരുടെ അനുഗ്രഹവും കൂടെ കണക്കിലെടുത്ത് ഈ 3 കാര്യങ്ങളെയും ശരിയായ അളവിൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഗ്രഹവിചാരകത്വം എന്ന് പറയുന്നത്. ബൈബിളിൽ പല പ്രാവശ്യം ഈ വാക്ക് കാര്യവിചാരണ, ഗ്രഹവിചാരണ എന്നിങ്ങനെയൊക്കെ മലയാളം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ഈ പ്രയോഗത്തിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നല്ല കാര്യവിചാരകത്വം ഉള്ളവരായി, പ്രത്യേകിച്ചും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ല കാര്യവിചാരകത്വം ഉള്ളവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയ സ്നേഹിതരെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഒരുപക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം. ഈ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുവാൻ, അപ്ലൈ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ ഇനി ദൈവം നൽകുന്ന ആയുസിൻ്റെ ശിഷ്ടകാലം നല്ല ഗ്രഹവിചാരകന്മാരായി, നല്ല സ്റ്റുവാർഡ്സായി ജീവിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നാം അടുത്ത അരമണിക്കൂറിനുള്ളിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. നാം പറഞ്ഞതുപോലെ 3 വിവിധങ്ങളായിരിക്കുന്ന മേഖലകളിലാണ് കാര്യവിചാരകത്വം നമുക്ക് പറയുവാൻ, ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പണം അഥവാ ധനം, സ്വത്ത്, ഇതെല്ലാം ഒരു കാര്യമാണ്. രണ്ടാമത്, ദൈവം നമ്മെ ഏൽപ്പിച്ച സമയം, നമ്മുടെ ആയുസ് മുഴുവനും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയമാണ്. മൂന്നാമത്, ദൈവം നൽകിയ ശരീരം,
അഥവാ ആരോഗ്യം. ഈ 3 കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഈ 3 കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി, ദൈവസഭയുടെ പണിക്കായി ഒക്കെ നാം വിവേകപൂർവം ഇവയെ ചെലവഴിക്കണം, ഇതിനെ മനസ്സിലാക്കി ഉപയോഗിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. അത് പണത്തെ സംബന്ധിച്ചാണ്. പണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് തെറ്റായ ഒരു മാനസികമായ ഒരു ചിന്തയുണ്ട്. എ റോങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ റോങ് കോൺസെപ്റ്റ് എന്ന് പറയാം. മനുഷ്യന്റെ മനസ്സിലുള്ള, നമുക്കൊക്കെ ഉള്ള തെറ്റായ ഈ ധാരണ അത് തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ആ ധാരണ ഇത്രയേ ഉള്ളൂ. ലൂക്കോസ് 12-ാം അധ്യായം 15-ാം വചനം നോക്കാം. നിങ്ങൾ ബൈബിളുള്ളവരൊക്കെയും തുറന്ന് വായിച്ചു നോക്കാം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 15. പിന്നെ യേശുവാണ് പറയുന്നത് അവരോട്, സകല ദ്രവ്യാഗ്രഹവും അഥവാ പണസ്നേഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് നമുക്കെല്ലാവർക്കും ഉള്ള തെറ്റായ ഒരു മൈൻഡ് സെറ്റ്, തെറ്റായ ഒരു ചിന്താ പദ്ധതി അതിൻ്റെ പുറകിലുണ്ട്. എന്താണ്? ധനമാണ്, വസ്തുവകയാണ് ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ആധാരശീല. എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം പണവും വസ്തുവകയും സ്വത്തും ആണ് എന്നുള്ള തെറ്റായ ധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഭാഗികമായിട്ടാകാം, മുഴുവനായിട്ടാകാം. ആളുകളിൽ വ്യത്യാസമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. വസ്തുവകയാണ് ജീവനാധാരം. യേശു അത് പൂർണ്ണമായിട്ടും തിരുത്തി. അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നൽകിയ പണം, ധനം, സ്വത്ത് ഇവയെ എങ്ങനെ ദൈവനാമ മഹത്വത്തിനായി, ദൈവത്തിനായി നമുക്ക് കൈകാര്യം ചെയ്യുവാൻ, ഗ്രഹവിചാരണ നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ഈ ചോദ്യത്തിന് മറുപടി, എന്താണ് ശരിയായ മൈൻഡ് സെറ്റ്? വസ്തുവകയാണോ ജീവനാധാരം? ഉത്തരം അല്ല എന്നാണ്. ഇറ്റ് ഈസ് നോട്ട്. അതല്ല ജീവനാധാരം. എന്നിട്ട് കർത്താവ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 21-ാം വചനം നോക്കുക, വേഴ്സ് 21. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ജീവനാധാരം വസ്തുവകയല്ല എന്ന് യേശു പറഞ്ഞ ശേഷം എന്താണ് ജീവനാധാരം? യേശു ഇവിടെ പറയുന്നു, ദൈവവിഷയമായി, ദൈവത്തെ കാര്യങ്ങൾ സംബന്ധിച്ച്, ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങൾ സമ്പന്നരാകുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. അതാണ് ജീവന് ആധാരമായിരിക്കുന്നത്. റിച്ച് ടുവേർഡ് ഗാഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ, ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഞാനും നിങ്ങളും ധനവാന്മാരാണോ? റിച്ച് ആണോ? നാം സ്വത്തുള്ളവരാണോ? പലപ്പോഴും ദൈവത്തിൻ്റെ നോട്ടത്തിൽ നാം ഒക്കെയും വളരെ ദരിദ്രന്മാരായിരിക്കാം. ഈ ലോകമനുഷ്യരുടെ നോട്ടത്തിൽ, ലോകത്തിൻ്റെ വിലയിരുത്തലിൽ നാം വളരെ സ്വത്തുള്ളവരുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ടത് ആവശ്യമല്ലേ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റി കുറിക്കണമേ. വസ്തുവകളല്ല ജീവനാധാരം എന്ന് മനസ്സിലാക്കാനും, ദൈവവിഷയമായി ഇനിയുള്ള കാലങ്ങളിൽ കുറച്ചുകൂടെ സമ്പത്തുള്ള ആളായി മാറാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ഈ പണത്തിൻ്റെ കാര്യവിചാരണ സംബന്ധിച്ച് 2-3 പോയിന്റുകൾ നമുക്ക് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. പണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ആരാണ് ധനത്തിൻ്റെ, പണത്തിൻ്റെ ഓണർ? ആരാണ്? ഹൂ ഈസ് ദ ഓണർ? ആരാണ് ഉടമസ്ഥൻ? എന്താണ് അതിൻ്റെ ഉത്തരം? ആരാണ് ഉടമസ്ഥൻ? നമുക്കൊക്കെ പണമുണ്ട്, നമ്മുടെ കയ്യിൽ ധനമുണ്ട്. നാം പണം സമ്പാദിക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരും ചെലവാക്കുന്നവരുമാണ്, കൂട്ടിവെക്കുന്നവരുമാണ്. എന്ന് വെച്ചാൽ അത് സ്വരൂപിക്കുന്നവരാണ്, സേവ് അപ്പ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ പണത്തിൻ്റെ ഉടമസ്ഥൻ നാം ആരുമല്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ദൈവമാണ് എല്ലാ സ്വത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 24-ാം സങ്കീർത്തനം 1-ാം വചനം നോക്കുക. സാംസ് 24 വേഴ്സ് 1. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക്, കർത്താവിന് ഉള്ളതാകുന്നു. അത് വളരെ വ്യക്തമാണല്ലോ.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയും അതിൻ്റെ നിറവും അതിലുള്ളതെല്ലാം, അതിൻ്റെ എല്ലാ സ്വത്തും അതിലുള്ള മനുഷ്യരും എല്ലാം, അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? നമ്മുടെ കർത്താവായ ദൈവമാകുന്നു. ഒരിക്കൽ ദൈവദാസനായ ഇയ്യോബ്, അദ്ദേഹം ഭക്തനായ മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ മോശയ്ക്കും 10 കൽപ്പനകൾക്കും ഒക്കെ മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് തനിക്കുള്ള സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ സ്വത്തും നഷ്ടപ്പെട്ട് 10 മക്കളും മരിച്ചുപോയി, അവരുടെ വീടുകളും ഒക്കെ നശിച്ചുപോയി. ആ സന്ദർഭത്തിൽ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? യഹോവ തന്നു, യഹോവ തിരികെ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതാണ് ഒരു ഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ നിലപാട്. ഇങ്ങനെ ആയിരിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന സ്വത്തും ധനവും പണവും ഇതൊന്നും, ഇതിൻ്റെ ഓണർ ഞാനല്ല ഉടമസ്ഥൻ. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ദൈവമാണ്. ദൈവം തിരികെ ചോദിക്കുമ്പോൾ ഞാനതെല്ലാം കൊടുക്കും. ഐ എം നോട്ട് ദ ഓണർ എന്ന്, പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് വ്യക്തമായി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാനല്ല ഉടമസ്ഥൻ, ദൈവമാണ് ഉടമസ്ഥൻ. ഓക്കെ. പിന്നെ നാം ആരാണ്? നമ്മുടെ കയ്യിലെ പണം, സ്വത്ത്, അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്ന് ചിന്തിച്ചാൽ അവിടെയാണ് ട്രസ്റ്റിഷിപ്പ്. ഞാൻ ഒരു ട്രസ്റ്റി മാത്രമാണ്, ഒരു കാര്യവിചാരകൻ മാത്രമാണ്. പല സ്ഥാപനങ്ങളും ട്രസ്റ്റ് എന്നുള്ള പേരിൽ നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതിന് 2, 4, 5, 10 ഒക്കെ ട്രസ്റ്റിമാരുണ്ടായിരിക്കും. ഈ ട്രസ്റ്റിമാര് ഈ സംഘടനയുടെ സ്വത്ത് സൂക്ഷിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന വിശ്വസ്തരായ ആളുകളാണെന്നാണ് വെയ്പ്പ്. ദൈവം നമ്മെ ഏൽപ്പിച്ച പണം, ധനം, സ്വത്ത്, ഇതിൻ്റെയൊക്കെ ട്രസ്റ്റീസ് ആണ് നാം. എന്നാൽ ഈ സംഘടനയുടെ ട്രസ്റ്റിമാർക്ക് ഈ സ്വത്തെല്ലാം എടുത്തുകൊണ്ട് പോകാൻ അനുവാദമില്ല. അവരങ്ങനെ ചെയ്തുകൂടാ. അവർ ട്രസ്റ്റിന് വേണ്ടി അത് വിശ്വസ്തയോടെ സൂക്ഷിക്കുകയും ചെലവിടുകയും ചെയ്യുന്നവരാണ്. അത് തങ്ങൾക്ക് സ്വന്തമാക്കുന്നവരല്ല. ഇതുപോലെയാണ് ഞാനും നിങ്ങളും ആബ്സല്യൂട്ട് ഓണേഴ്സ് അല്ല. നാം അതിൻ്റെ ഉടമസ്ഥന്മാരല്ല. വസ്തുവാകട്ടെ, വീടാകട്ടെ, വാഹനമോ, ബാങ്കിലെ പണമോ, നിക്ഷേപമോ, മറ്റു കാര്യങ്ങളൊക്കെയും, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം കുറച്ച് കാലത്തേക്ക് നമ്മെ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം അതിൻ്റെ ഓണറല്ല, ഉടമസ്ഥനല്ല. നാം അതിനെ കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റികൾ മാത്രമാണ്. ഈ കാര്യം ആദ്യമേ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ദൈവമേ, ഞാനല്ല ഉടമസ്ഥൻ, ദൈവമാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ. ദൈവം ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ദൈവം വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടങ്ങ് വരും, ഇവിടെ ഉപേക്ഷിക്കും. ആ ഒരു കാഴ്ചപ്പാട് ധനത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. താലന്തുകളുടെ ഉപമ നോക്കിയാൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നോക്കാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്തും, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഇവിടെ നോക്കിയാൽ ഈ വലിയ ഉടമസ്ഥനായ മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ, അവൻ്റെ സ്വത്ത് ദാസന്മാരെ വിളിച്ച് അവരുടെ പ്രാപ്തി പോലെ അവരെ ഏൽപ്പിക്കുന്നു. ഇതുപോലെയാണ് ദൈവം നമ്മയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാപ്തി പോലെയുള്ള ധനം, സ്വത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം അതിൻ്റെ കാര്യവിചാരകന്മാർ മാത്രമാണ്. ഉദാഹരണമായി, നമ്മുടെ പേരിൽ കുറേ സ്ഥലമുണ്ടെന്ന് നിരൂപിക്കുക. 10 സെൻറ്റോ 20 സെൻറ്റോ 50 സെൻറ്റോ 1 ഏക്കറോ ഒക്കെ വസ്തു നമ്മുടെ പേരിലുണ്ടെങ്കിൽ നാം അതിൻ്റെ ആബ്സല്യൂട്ട് ഓണർ അല്ല. സർക്കാരിൻ്റെ സൗകര്യത്തിന് വേണ്ടി, മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള വസ്തു നമ്മുടെ പേരിൽ എഴുതി തരുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ പേരിൽ ആധാരം എഴുതി കിട്ടിയത്. എങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പേരുള്ള വസ്തു, അതിൻ്റെ ആബ്സല്യൂട്ട് ഓണർ ഞാനാണെന്ന് നാം ആരും ചിന്തിക്കരുത്. കുറച്ച് കാലത്തേക്ക് നമ്മുടെ പേരിൽ അത് എഴുതി തന്നിരിക്കുന്നു. നമുക്കത് ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, അത്രമാത്രം. പോസ്റ്റ്മാൻമാർക്ക് അവർക്ക് ചിലപ്പോൾ മണി ഓർഡർ അവരുടെ കയ്യിൽ രാവിലെ കിട്ടും. പോസ്റ്റ് മാസ്റ്റർ അവർക്ക് ഒരു മണി ഓർഡർ ഫോറവും കുറച്ച് പണം, സപ്പോസ് 1000 രൂപയും കൂടെ കൊടുക്കുന്നു. എന്നാൽ ഈ 1000 രൂപ പോസ്റ്റ്മാൻ്റെ സ്വന്തമല്ല, അയാൾ അതിൻ്റെ ഓണർ അല്ല. അത് ആർക്ക് കൊടുക്കുവാൻ അയാളെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ വ്യക്തിക്ക് കൊടുക്കുന്നത് വരെ അയാളുടെ കയ്യിൽ അത് ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുവാൻ അയാൾ ബാധ്യസ്ഥനാണ്.
ദൈവം നമ്മെ ഏൽപ്പിച്ച പണവും ഇങ്ങനെയാണ്. നാം അത് സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. ഒരു പോസ്റ്റ്മാൻ അവൻ്റെ കയ്യിൽ രാവിലെ കിട്ടിയ പണവുമായിട്ട് കടന്നു കളഞ്ഞാൽ അവനെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അവനെ പിന്തുടർന്ന് പിടിക്കും, അവനെ അറസ്റ്റ് ചെയ്യും. കാരണം അവൻ്റേതല്ലാത്ത പണം അവൻ സ്വന്തമാക്കി എടുത്തു എന്നുള്ളതാണ് അവൻ്റെ കുറ്റം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വത്ത്, ധനം, പ്രിയപ്പെട്ടവരെ, നാം അതിൻ്റെ വിചാരണ ചെയ്യുന്നവർ മാത്രമാണ്, കാര്യവിചാരകന്മാർ മാത്രമാണ്, ഉടമസ്ഥന്മാർ അല്ല. ഞാൻ വളരെ പണ്ട് ബാങ്കിൽ ജോലി ചെയ്തിരുന്നപ്പോൾ കുറേ കാലം ബാങ്കിലെ കാഷ്യറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കാഷ്യറുടെ ജോലി അന്നത്തെ രീതി ഇന്നത്തേതുപോലെയല്ല. അന്ന് രാവിലെ ബാങ്ക് തുറക്കുമ്പോൾ കാഷ്യറുടെ കയ്യിലോട്ട് 1, 2, 3 ലക്ഷം രൂപ മാനേജർ എടുത്ത് തരും. അതുകൊണ്ട് ക്യാഷ് ക്യാബിനിൽ കയറിയിരുന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ബിസിനസ് ചെയ്യുക. എന്നാൽ ഈ 2 ലക്ഷം രൂപ കാഷ്യറുടെ സ്വന്തമാണോ? അല്ല. അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഉച്ചയാകുമ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്ത്, നയാ പൈസ കണക്കിന് കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്ത്, തിരികെ അത് ലോക്കറിൽ, അത് ബാങ്കിൻ്റെ സേഫിനകത്ത് മാറ്റി എടുത്ത് വെച്ച് കണക്കെഴുതി പൂരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതെല്ലാം പൂർണ്ണമാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പല ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ പണം, നമ്മുടെ സ്വത്ത്, ധനം ഒക്കെയും ഈ പറഞ്ഞതുപോലൊക്കെയാണ്. നാം ആരും അതിൻ്റെ യഥാർത്ഥ ഉടമകളല്ല. സർവശക്തനായ ദൈവം തന്നെയാണ് ഉടമസ്ഥൻ. ദൈവമേ, കുറച്ച് കാലത്തേക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യുവാൻ എന്നെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നു. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ, എൻ്റെ ആവശ്യത്തിനും കുടുംബത്തിൻ്റെ ആവശ്യത്തിനും പിന്നെ മറ്റുള്ളവരുടെ ആവശ്യത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനും ഒക്കെയായി ഈ പണം ചെലവഴിക്കുവാൻ എനിക്കിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ പരമാവധി ഇതെല്ലാം ചെലവിട്ട് കൊടുത്തു തീർത്ത ശേഷം പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്കൊക്കെ കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും. എങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി പരമാവധി ചെലവിടുവാൻ നാം ഉത്സാഹിക്കേണ്ടത് ആണ്. പണത്തെക്കുറിച്ച് നാം 2 കാര്യങ്ങൾ ചിന്തിച്ചു. അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്, നമുക്കല്ല. 2, നാം അതിൻ്റെ ട്രസ്റ്റികൾ മാത്രമാണ്, അതിൻ്റെ ഉടമകളല്ല. 3, ഈ പണത്തിന്, ധനത്തിന് ഒരു അടിമത്വമുണ്ട്, അതിലൊരു തിന്മയുണ്ട് എന്നും കൂടെ നാം ബൈബിളിൽ വായിക്കുന്നു. എന്താണ് ധനത്തിൻ്റെ തിന്മ എന്ന് പറയുന്നത്? നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ വായിക്കാം. ലുക്സ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സസ് 9 ഓൺവേർഡ്സ്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളാൻ വരും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. 13-ാം വാക്യം. 2 യജമാന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഈ വാക്യത്തിൽ നോക്കിയാൽ, പ്രത്യേകിച്ചും 9-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, പണത്തിൻ്റെ ഒരു വിശേഷണം അഡ്ജക്റ്റീവായിട്ട് പറയുന്നത് അനീതിയുള്ള പണം എന്നാണ്. അനീതിയുള്ള മാമോൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ചുരുക്കമായി പറഞ്ഞാൽ, ധനത്തിൽ ഒരല്പം അനീതിയുണ്ട്. ദർ ഈസ് അൺറൈച്ചസ്നെസ് ഇൻ മണി. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുത്താൽ മതി. കർത്താവ് പറഞ്ഞു, ഈ പണം അനീതിയുള്ള പണമാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. അത് നിങ്ങളെ കയറി പിടിക്കുവാനും നിങ്ങളെ നശിപ്പിക്കുവാനും സാധ്യതയുണ്ട്. സാധാരണ പണത്തെക്കുറിച്ച് പറയാറുണ്ട്, പണം ഒരു നല്ല ദാസനാണെങ്കിലും വളരെ ക്രൂരനായ യജമാനനാകുന്നു എന്ന്. അത് ശരിയാണ് താനും. പണത്തെ ഒരു ദാസനായി, അടിമയായി ഉപയോഗിച്ചാൽ വളരെ നല്ല ഫലമുണ്ടാകും. പക്ഷേ പണത്തെ നമ്മുടെ യജമാനാക്കിയാൽ അയാൾ നമ്മെ വല്ലാതെ ഉപദ്രവിക്കും, നമ്മെ പീഡിപ്പിക്കും എന്നുള്ളതും സത്യമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ധനത്തിൻ്റെ മോഹം, പണസ്നേഹം വലിയ ദോഷമാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 9-ാം വാക്യം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും മറ്റും
കുടുങ്ങുന്നു. 10-ാം വാക്യം, ദ്രവ്യാഗ്രഹം, ദ ലവ് ഓഫ് മണി, പണസ്നേഹം സകലവിധ ദോഷത്തിനും മൂലമാണല്ലോ. ഇത് ചിലർ ആഗ്രഹിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഈ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനം തന്നെയാണ്. നിങ്ങളത് വീണ്ടും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കണം. ദൈവമേ, എനിക്ക് പണസ്നേഹമുണ്ടോ? പണസ്നേഹം എന്ന് പറയുമ്പോൾ കൂടുതൽ പണം കിട്ടണമെന്നുള്ള ആശ മാത്രമല്ല, കിട്ടിയത് ചെലവാക്കാതിരിക്കാനുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പണസ്നേഹിയാണ്. നിങ്ങൾക്ക് അല്പം പണമേ കാണുകയുള്ളൂ, അത് ചെലവാക്കാതെ, അത് ലുബ്ധിച്ച് പിടിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ വെച്ച് സേവ് ചെയ്ത് ആർക്കും കൊടുക്കാതെ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളൊരു പണസ്നേഹിയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ പണം അത് സേവപ്പ് ചെയ്യണം. ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അത് കൊടുത്തു തീർക്കുവാനും ചെലവാക്കുവാനും ഉള്ള മനസ്സ് വേണം. അവിടെയാണ് പണസ്നേഹത്തെ നാം ദർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പണസ്നേഹം വളരെ ദോഷകരമാണ്, മാരകമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച പണത്തിൻ്റെ കാര്യത്തിൽ നാം നല്ല കാര്യവിചാരകന്മാർ ആയിരിക്കണം. കാരണം ഈ പണമെന്ന് പറയുന്നത് വളരെ ക്രാഫ്റ്റിയാണ്. അത് വളരെ തന്ത്രപൂർവം അത് കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്നതാണ്. പണം ഉണ്ടാക്കാൻ ആളുകൾ പല തെറ്റായ മാർഗങ്ങളും പ്രയോഗിക്കുന്നത് വളരെ പരസ്യമായ കാര്യമാണിത്. വളരെ ദോഷകരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. കള്ളം പറഞ്ഞും കള്ള ഒപ്പിട്ടും തെറ്റായ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയും തെറ്റായ സർട്ടിഫിക്കറ്റ് കൊടുത്തും ഒക്കെ ആളുകൾ പണം സമ്പാദിക്കാറുണ്ട്. ഇത് അവിശ്വാസികളും വിശ്വാസികളും ഒക്കെ ഈ കാലത്ത് അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം സ്കാമുകളും എന്തുമാത്രം അഴിമതികളും കറപ്ഷനുമാണ് നടക്കുന്നത്. സർക്കാരിൻ്റെ പണം സ്വന്തം കീശയിലിടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയും അവരെക്കുറിച്ച് നാം വായിക്കാറുണ്ട്. ക്രിസ്തീയ സുവിശേഷ വേല പോലും കുറെ കാലങ്ങളായി നാം കണ്ടുവരുന്നു. പലരും വിദേശത്തു നിന്നൊക്കെ പണം ഉണ്ടാക്കി എസ്റ്റേറ്റ് വാങ്ങുകയും സ്വന്തം അക്കൗണ്ടിലാക്കി സ്വന്തം കുടുംബത്തിന് വേണ്ടി അവരതൊക്കെ സ്വത്ത് കൂട്ടിവെക്കുകയൊക്കെ ചെയ്യുന്ന പല സംഭവങ്ങളും നാം കാണുന്നില്ലേ? പണത്തിൻ്റെ ആശ, ദ ലവ് ഓഫ് മണി, അത് വളരെ ദോഷകരമാണ്. അത് ആളുകളെ നശിപ്പിക്കുന്നു, പല തെറ്റായ രീതിയിലേക്കും അവരെ നയിക്കുന്നു. ബൈബിളിൽ അനേക ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാൻ പേര് മാത്രം പറയാം. പഴയ നിയമത്തിലെ ലോത്ത്, പിന്നെ ആഖാൻ, ബിലയാം എന്ന കള്ളപ്രവാചകൻ, ഗേഹസി, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദാ ഇസ്കരിയോത്താവും ദേമാസും ഒക്കെ ഈ ധനത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോയ ആളുകളാണ്. അവരൊക്കെ അവരുടെ വിശ്വാസത്തിൽ അവർക്ക് തോൽവിയുണ്ടായി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് കാണാൻ സാധിക്കും. 4-മതായിട്ട് ഈ ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ധനത്തിൻ്റെ വഞ്ചനയുടെ വലിയൊരു ആപത്ത് വായ്പ വാങ്ങുന്ന, കടം വാങ്ങുന്ന ശീലമാണ്. അതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായ ചില പഠിപ്പിക്കലുകൾ നൽകുന്നുണ്ട്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. റോമർ 13-ാം അധ്യായം 8-ാം വാക്യം നോക്കുക. റോമൻസ് 13:8. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഓ നോ മാൻ എനിത്തിങ്. ആർക്കും നിങ്ങൾ ഒന്നും കടംപെട്ടിരിക്കരുത്. വളരെ വ്യക്തമായ ഒരു വചനമാണ്. അതിന് പഴയ നിയമത്തിൽ നിന്നും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതും കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം നോക്കാം. 12, 15, 44 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഡ്യൂട്ടറോണമി 28:12. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അത് അനുഗ്രഹമായിട്ടാണ് ആദ്യം പറയുന്നത്. നീ അനേകർക്ക് വായ്പ കൊടുക്കുവാൻ തക്കവണ്ണം നിനക്കുണ്ടാകും. ഇനി 15-ാം വാക്യം നോക്കിയാൽ അവിടെ പറയുന്നു, ഈ ശാപങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കും. 44-ാം വചനത്തിൽ ശാപം എന്താണെന്ന് പറയുന്നു. അവർ അന്യജാതിക്കാർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുക്കാൻ നിനക്ക് ഉണ്ടാവുകയില്ല. അവൻ തലയും നീ വാലും ആയിരിക്കും. അപ്പോൾ വായ്പ വാങ്ങി ജീവിക്കുക എന്നുള്ളത് ഒരു ശാപകരമായ കാര്യമായിട്ടാണ് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് അന്ന് അരുളി ചെയ്തത്. ഇന്നും അത് സത്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. പ്രത്യേകിച്ചും ഞാനിവിടെ വായ്പ എന്ന് പറഞ്ഞത് ഈടും സെക്യൂരിറ്റിയും ഒന്നും ഇല്ലാതെയുള്ള അൺസെക്യൂർഡ് ലോണുകളെ കുറിച്ചാണ് ബൈബിൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഒരു ഈടുമില്ല, ഒരു സെക്യൂരിറ്റിയും ഇല്ല,
കൈവായ്പ വാങ്ങിച്ച് കടം മറിച്ച് ജീവിക്കുന്ന ആളുകളോടാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഈട് കൊടുത്ത് വസ്തുവോ മറ്റ് സ്വർണമോ എന്തെങ്കിലും ഈട് കൊടുത്ത് വായ്പ വാങ്ങാം, അതിൽ തെറ്റൊന്നുമില്ല. പണത്തിന് വളരെ ആപത്തുണ്ട് എന്നുള്ള കാര്യമാണല്ലോ ഇതുവരെ നാം പറഞ്ഞത്. ദൈവം നമ്മെ ഏൽപ്പിച്ച പണം ഏറ്റവും നന്നായിട്ട് കാര്യവിചാരണ നടത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഞാൻ വേഗം പറഞ്ഞു പോകാം. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മെ ഏൽപ്പിച്ച സമയം, അത് നമ്മുടെ ആയുസ്സിനെ കുറിക്കുന്നു. പിന്നെ ദൈവം നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ. മൂന്നാമത് ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ. ഇതെല്ലാം സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ ടൈം, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മിനിസ്ട്രി. സമയം വേഗം പറന്നു പോകുന്നു. നമ്മിൽ പലരും ഒരുപക്ഷെ 40 50 ഒക്കെ വയസ്സ് കടന്നവരാകാം, ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് കയറി പോകുന്നവരാകാം. സമയത്തെക്കുറിച്ച് ഗ്രീക്കുകാരുടെ പുരാണങ്ങളിൽ പറയുന്നു, അവർക്കെല്ലാത്തിനും ഓരോ ദേവതകളുണ്ട്. സമയത്തിനൊരു ദേവതയുണ്ട്. സമയത്തിൻ്റെ ദേവതയെ അവർ ചിത്രീകരിക്കുന്നത് കഷണ്ടിക്കാരനായ ഒരു മനുഷ്യനായിട്ടാണ്. ഈ കഷണ്ടിക്കാരനായ മനുഷ്യൻ ഓടുകയാണ്. അവനെ പിടിക്കാൻ നോക്കുമ്പോൾ മുടി ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ച് വലിച്ചു നിർത്താമായിരുന്നു. അയാൾക്ക് തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് അയാളെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. സമയത്തെ ആർക്കും പിടിച്ചു നിർത്താൻ സാധ്യമല്ല. മുമ്പോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഗ്രീക്ക് കോൺസെപ്റ്റ്. ഇത് നമ്മുടെ ജീവിതത്തിലും സത്യമാണ്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ തിരിച്ചു പിടിക്കാനോ നല്ല കാര്യങ്ങൾ പിന്നീട് ചെയ്യാനോ നമുക്ക് സാധ്യമല്ല. 90-ാം സങ്കീർത്തനം 12-ാം വചനം നോക്കുക. Psalm 90 and verse 12. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകൾ എത്ര ചുരുങ്ങിയതാണ്, ഞങ്ങൾ എത്ര വേഗം ഇവിടുന്ന് കടന്നു പോകും. അതുകൊണ്ട് ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ സമയത്തെ മാക്സിമൈസ് ചെയ്യുവാൻ, പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതാണ് ഈ മോശയുടെ പ്രാർത്ഥന. 2-3 വചനങ്ങൾ കൂടെ നോക്കാം. എഫേസ്യർ 5-ാം അധ്യായം 15-ാം വാക്യം നോക്കുക. എഫീഷ്യൻസ് 5:15, 16 and 17. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടക്കുവാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്തണം. ഒരാളോട് സുവിശേഷത്തിൻ്റെ സന്ദേശം നേരിട്ടോ പരോക്ഷമായിട്ടോ പറയാൻ അവസരം കിട്ടുമ്പോൾ അത് പറയണം, അത് മാറ്റിവെക്കരുത്. അവസരങ്ങളെ ഉപയോഗിക്കാം. നമുക്ക് ലഭിക്കുന്ന ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ ഓഫീസിൽ കയറി വന്ന് ആരോടും സുവിശേഷം പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, പക്ഷേ നിങ്ങൾക്കൊക്കെ സാധ്യമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തോ അയൽക്കാരുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി, അത് ഉത്തരവാദിത്തോടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയാകണം. ഗലാത്യർ 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നോക്കുക. ഗലേഷ്യൻസ് chapter 6 verses 9 and 10. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അവസരം നമ്മുടെ പുറകെ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ അവസരം ഉപയോഗിക്കാഞ്ഞാൽ പിന്നീട് അത് നമ്മെ തേടി വരികയില്ല. ലെറ്റ് us make use of the opportunities properly. നല്ലതായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാം. തീത്തോസിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വചനം, ടൈറ്റസ് 1 verse 7. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം. ഒരു സഭയിലെ അധ്യക്ഷൻ, മൂപ്പൻ അഥവാ പാസ്റ്ററെ കുറിച്ചാണ് പറയുന്നത്. അയാൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു ഗ്രഹവിചാരകനാണ്. ഹീസ് എ സ്റ്റിവാർഡ്. അവൻ്റെ ജീവിതവും മിനിസ്ട്രിയും ഒക്കെ നല്ലതായിട്ട് അവൻ ചെയ്തുകൊണ്ട് പോകണം എന്ന് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞു, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും നാം ചിന്തിച്ചു കൊള്ളണം. ദൈവദാസന്മാരായ നാം, വിശ്വാസികളായ നാം, നമുക്ക് ലഭിച്ച സമയം നമ്മുടെ ഓട്ടം തികയ്ക്കണം. പ്രവൃത്തികൾ ചെയ്യാനുള്ളത് മിച്ചം വെക്കരുത്. അത് അപ്പോഴപ്പോൾ തികച്ച് മുമ്പോട്ട് പോകണം. പിതാവേ, എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ തികച്ചിരിക്കുന്നു, ഇന്ന് വരെയുള്ളതൊക്കെ തികച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജീവിതം എത്ര മനോഹരമാണ്. ഒടുവിലായി, ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ശരീരമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമുണ്ട്. അതിനെക്കുറിച്ചും കൂടെ 2 വാക്ക് പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ
താൻ പറഞ്ഞ ഒരു ഭാഗം പ്രവചന ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നു. എബ്രായർ 10 അധ്യായം 5 വാക്യം, ഹീബ്രൂസ് 10 വേഴ്സ് 5, 6 and 7. ആകയാൽ ലോകത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നതാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ഇത് കർത്താവായ യേശുവിൻ്റെ വാക്കുകളായിട്ടാണ് ഇവിടെ അത് കോട്ട് ചെയ്തിരിക്കുന്നു. പിതാവേ, ഈ ഭൂമിയിൽ ജീവിക്കുവാനായി അവിടുന്ന് എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, തന്നിരിക്കുന്നു. അത് നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. നമുക്ക് അത്യാവശ്യം ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ. നാം ആരും കിടപ്പായി പോയിട്ടില്ല. ഒരുപക്ഷെ ചിലർ അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ മിക്ക പേരും എഴുതി നടക്കാൻ കഴിയുന്നവരും കാര്യങ്ങൾ ചെയ്യാൻ പോകാനും വരാനും ഒക്കെ കഴിയുന്നവരാണ്. നമ്മുടെ ആരോഗ്യത്തെ നാം ലാഘവബുദ്ധിയോടെ കാണരുത്. ദൈവം നൽകുന്ന ആയുസ്സും ആരോഗ്യവും പരമാവധി നമ്മുടെ ശരീരവും ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാൻ മനസ്സ് വെക്കേണ്ടതാണ്. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഈ ശരീരത്തിൽ ആയുസ്സും ആരോഗ്യം ഉള്ളപ്പോൾ പരമാവധി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ നേടുവാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും പഠിപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ. ഇനിയും ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 19, 20 വചനങ്ങൾ. 1 Corinthians 6 verses 19 and 20. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒടുവിൽ കേട്ട കാര്യം, ദൈവം നമുക്ക് നൽകിയ ശരീരവും ആരോഗ്യവും അതിനെയും നാം നല്ല ഗ്രഹവിചാരകന്മാരായി ദൈവത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ഉപയോഗിക്കണം. ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം നൽകിയ ശരീരത്തെ നമ്മുടെ സ്വന്തം ദുർമോഹങ്ങൾക്കും ആസക്തികൾക്കും ദോഷം ചെയ്യാനും നമ്മുടെ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയും പരമാവധി അതിനുവേണ്ടി മനസ്സ് വെച്ച് ചെയ്യാൻ വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കാം. ദൈവം നൽകിയ സമയവും അവസരങ്ങളും ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളും ഒക്കെ പരമാവധി ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാൻ മനസ്സ് വയ്ക്കാം. ദൈവം നൽകിയ ധനം, സ്വത്ത്, പണം, ഇതൊക്കെ ദൈവമേ, ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനല്ല, കുറച്ചു കാലം ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പരമാവധി ദൈവനാമമഹത്വത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനുമായി ദൈവമേ, എന്നെ ഏൽപ്പിച്ച പണം കൈ അയച്ച് ചെലവാക്കുവാൻ ജ്ഞാനത്തോടെ ചെലവിടുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് നാം ഇന്ന് ചിന്തിച്ച കാര്യം. നോ യുവർ സ്റ്റുവാർഡ്ഷിപ്പ്. നിങ്ങളുടെ കാര്യവിചാരകത്വം തിരിച്ചറിയുക. ദൈവമേ, എന്നെ ഏൽപ്പിച്ച കാര്യവിചാരകത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.